ജന്മാദ്യസ്തേതൊന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ യജ്ഞം നടത്തിയത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലതുണ്ടായി. അല്ലെങ്കിലും ഈ ചൂടത്തെ 7 ദിവസം അങ്ങനെ ഒരു സ്ട്രെയിൻ വരുമ്പോൾ അതിനുശേഷം 1-2 ദിവസം വിശ്രമിക്കേണ്ടി വരും. അതിനാലാണ് ചെറിയൊരു വിടവ് വന്നത്. സദയം ക്ഷമിക്കാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാൻ അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരോട് കൈതവമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 40-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അവതാരങ്ങളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവതാരങ്ങളെ ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ അവതാര വർണ്ണനയുടെ ഒരു പ്രാധാന്യം? എന്തിനാണ് അത് കേൾക്കുന്നത്, പറയുന്നത്, വായിക്കുന്നത്? അതിനെക്കുറിച്ച് കുറച്ച് ശ്ലോകങ്ങളുണ്ട്. നല്ലോണം 41 മുതൽക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഈ അധ്യായം കഴിയുന്ന ഒരു അവതാര പ്രാധാന്യമാണ് പറയണത്. എന്തിനാണ് ഈ അവതാര പ്രതിപാദനം? ഇതിപ്പോൾ അത്രയ്ക്കൊന്നും അങ്ങനെ ഗീതയിലും ബാക്കി ഉപനിഷത്താദി ശാസ്ത്രങ്ങളും ഇങ്ങനെയുള്ളൊരു അവതാര പ്രതിപാദനം നമുക്ക് കാണില്ല. പുരാണങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പുരാണത്തിലേ കാണും, ഗീതയിലില്ല, ഉപനിഷത്തിലില്ല. രാമായണത്തിൽ തന്നെ അവതാരങ്ങളൊന്നുമില്ല. രാമാവതാരത്തിനെ പറ്റി ഇങ്ങനെ പറയണ വേറെ അവതാരങ്ങളൊന്നുമില്ലല്ലോ. അപ്പം എന്താണ് ഈ ഭാഗവതം രാമായണവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, രാമായണത്തിൽ രാമാവതാരം മാത്രമേ ഉള്ളൂ. അവതാര പ്രതിപാദനം എന്നൊന്നില്ല രാമായണത്തിൽ. ശ്രീരാമ അവതാരത്തെക്കുറിച്ച് മാത്രമാണ് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. പക്ഷേ ഈ ഭാഗവതത്തിനുള്ളൊരു പ്രത്യേകത, രാമായണത്തെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അവതാരങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 10 അല്ല, 22, 24 നമ്മൾ പറഞ്ഞു, 2 വേർഷൻ ഉണ്ട്. അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു. സ്നാന്തംബിതമ്യഹമമേ മുനയോ അഗ്രജാസ്തേ മായാബലസ്യ പുരുഷസ്യ കുതോപരേ ഗായൻ ഗുണാൻ ദശശതാനനാദിദേവ ശേഷോധുനാഭി സമവസ്യദിനസ്യ പാരം. പുരുഷസ്യ ഭഗവാന്റെ, മായാബലത്തിൻ്റെ അന്തം. ഈ അവതാരങ്ങളെന്ന് പറഞ്ഞാൽ ഒരുതരം മായയാണ്, ഇല്ലാത്തതാണ് ശരിക്ക്. ഇല്ലാത്തത് ഇപ്പം എങ്ങനെയൊക്കെയാണ് പറയുക? എത്രയൊക്കെ അധികം ഒരു ഗ്രന്ഥം മുഴുവൻ ഉണ്ട് പറയാച്ച അവതാരം. എന്താ ഇല്ലാത്തത് പറയണത്? ഇല്ലാത്തത് പറയാന്നുള്ളതല്ല, അത് ഒരു വലിയ വിഷയമാണ് പറയുകയാണെങ്കിൽ. ചിലതൊക്കെ അങ്ങനെ പറ്റൂ. ഇല്ലാത്തത് കൂടെ പറഞ്ഞ് ഉള്ളതിലേക്ക് കൊണ്ടുവരാണ്. അതിനുള്ളത് പറഞ്ഞൂടെ? ഉള്ളത് പറയാൻ അത്രയ്ക്ക് പറ്റില്ല. ഉള്ളതിനെ പറ്റി ഒരുപാടൊന്നും പറയാനില്ല. ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഉള്ളതിനെ കുറിച്ച് എന്താ ഇത്ര പറയണത്? ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ശരീരത്തിലെ 24 തത്വങ്ങളെ പറഞ്ഞിട്ടാണ് ഉള്ള ഈശ്വരനെ പറഞ്ഞത്. ഉള്ള ഈശ്വരനെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇല്ലാത്ത ശരീരത്തിൻ്റെ 24 തത്വങ്ങളെക്കുറിച്ചാണ് കപിലോപദേശത്തിലും മറ്റും പറഞ്ഞത്. അത്രയും പറഞ്ഞിട്ട് എന്തേ പറഞ്ഞുള്ളതിനെക്കുറിച്ച് ഇതല്ലാത്ത ഒന്നാണ് ഉള്ളത് ഇട്ടുവന്ന്. അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. അപ്പോൾ അതാണ് അവിടെ പുരുഷസ്യ മായാബലസ്യ, മായ ഇല്ലാത്തതാണ് എന്നാലുണ്ട് എന്ന് തോന്നിക്കുന്നതും ആയ
അവതാരങ്ങളെ എന്ന് ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റുഡ് മായാബലത്തെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവതാരങ്ങൾ വരിക. അന്തം വിദാമി, മീ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള ഇതാണ്. ഞാൻ അറിയുന്നില്ല. ആര്? ബ്രഹ്മാവാണ് പറയുന്നത്. ബ്രഹ്മാവ് അറിയുന്നില്ല. മായാബലത്തിൻ്റേത് പറഞ്ഞാൽ അവിടെ അവതാരത്തിൻ്റെയാണ് വിവക്ഷ. അതിൻ്റെ അവസാനം ഞാൻ അറിയുന്നില്ല. അതിൻ്റെ അന്തം അറിയാൻ കഴിയില്ല. അതിൻ്റെ വ്യാപ്തി അറിയാൻ കഴിയില്ല. കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ മാൻ, കോമൺ മാൻ. അതിനും അപ്പുറത്താണ്. നമ്മുടെ ആ ധിഷണപരമായിട്ട ശക്തിക്ക് അപ്പുറമാണ് ഭഗവാന്റെ അവതാരങ്ങൾ. നാരദനോടാണ് പ്രണതത്തെ, നിൻ്റെ നാരദ, അഗ്രജ, മുമ്പേ ജനിച്ചവർ, നാരദൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ നീ അല്ലാത്ത പുത്രന്മാർ. നാരദൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അപ്പം നാരദ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അല്ല ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ, നാരദനല്ലാത്ത പുത്രന്മാർ. അഗ്രജാഹ അമി മുനയ, മുനികളും, ഈ മുനികളും, ഈ എന്നുള്ള പ്രത്യേകം അമി മുനയ, അപരേ ഏ അന്യന്മാരായ യാവർ ചിലർ. പിന്നെ എങ്ങനെ അറിയാനാണ്? ഞാൻ അറിയുന്നില്ല. പിന്നെ എൻ്റെ മക്കൾ അറിയോ? ഞാനറിയാത്ത കാര്യങ്ങൾ മക്കളാണ്. അറിയുന്നതിന് വിരോധമില്ല, പക്ഷെ ഇവിടെ അറിയില്ല. അറിയുകയൊക്കെ ചെയ്യാം മക്കൾക്ക്. അച്ഛനറിയാത്ത മക്കൾക്ക് അറിഞ്ഞുകൂടാന്നല്ല. പക്ഷേ ഇവിടെ ഈ കേസിൽ സാധ്യമല്ല. ഈ കേസ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയണത്. കാരണം അത് ബ്രഹ്മാവന്നെയാണ് ഏറ്റവും കൂടുതൽ. ആദ്യം ഉണ്ടായത് ബ്രഹ്മാവാണ്. ഈശ്വരൻ കഴിഞ്ഞാൽ പിന്നെ എന്നിട്ടാണ് സംഹാരമൊക്കെ ഉണ്ടായത്. ഒരു പ്രാധാന്യം ഉണ്ടാവും. ആ ബ്രഹ്മാവിനെ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മക്കളെയൊക്കെ അറിയാമെന്നാണ് ഇവിടെ ചോദിച്ചത്. ഈ കേസിൽ മക്കൾക്ക് അറിയാൻ സാധ്യമല്ല. അച്ഛനെ അറിയുന്നത്, അറിയാത്തത് ഒരിക്കലും മക്കൾക്ക് അറിയില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ അതില്ല. നിൻ്റെ സഹോദരന്മാരായ എൻ്റെ മറ്റു മക്കൾക്ക് അറിയില്ല. അപരേ ഏ അന്യന്മാർ ആയ യാവ ചിലർ. കുത എങ്ങനെ അറിയും? കുത എങ്ങനെ അറിയുന്ന അണ്ടർസ്റ്റുഡ്. എങ്ങനെ അറിയാനാണ്? ഞാൻ അറിയുന്നില്ല, മഹർഷിമാർ അറിയുന്നില്ല, പിന്നെ നിൻ്റെ സഹോദരന്മാരായ എൻ്റെ മറ്റു മക്കൾ എങ്ങനെ അറിയാനാണ്? ദശശതാനന 1000 മുഖമുള്ള ആദിദേവനായ ശേഷനും അറിയുന്നില്ല. ആ പരേ എന്ന് പറഞ്ഞു. അതിന് ദശശതാനന, ദശ പ്ലസ് ശതം, 10 ഇൻറ്റു 10 എത്രയാണ്? 100 ഇൻറ്റു 10 1000. ശതം 100, ദശം 10. 100 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ 1000 മുഖമുള്ള അനന്തനും ആദിദേവൻ ആദിദേവനായിരിക്കുന്ന ശേഷനും അറിയുന്നില്ല. ഗായൻ പാടുന്നവനായിട്ട് അതിനാഭി ഇപ്പോഴും അസ്യ പാരം ഇതിൻ്റെ കരയെ ന സമവസ്യതി പ്രാപിക്കുന്നില്ല. പാടി 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 അവസാനം കാണുന്നില്ല, കര കണ്ടിട്ടില്ല. ചിലർ വിചാരിക്കും ഈ ഭാഗവതം എന്തിനാണ് അത്രയും വോളിയം? എപ്പോഴും സപ്താഹത്തിൽ നേരിടുന്നൊരു പ്രശ്നമാണ്, സമയത്തിന് തീർക്കാൻ കഴിയില്ല. വായിച്ച് 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 6:30ക്കാണ് കഴിക്കണമെങ്കിൽ 6:45 കഴിക്കൂ. 6:45 ലക്ഷ്യം വെച്ചാൽ 7 കഴിയൂ. അത്രയധികം ആ സമയത്തിന് ടൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്നാണ്. അവസാനമില്ല, ഇത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഭാഗവതം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഇല്ല. ഞാൻ പറയുക എന്താ വെച്ചാൽ, ഈ പശു ഒരു നെൽപ്പാടത്തിലേക്ക് കയറിയാൽ ഉടമസ്ഥൻ കാണുന്നത് വരെ അതിന് എന്ത് കിട്ടിയോ അത് വായിലാക്കും അല്ലേ? പിന്നെ കിട്ടണത് അട്ടിയായിരിക്കും ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് എന്തേ വായയിൽ പെട്ട് അത് കിട്ടും. അതുപോലെയാണ് ഈ സപ്താഹത്തിലൊക്കെ ഭഗവാനെ ആത്മം. ഈ എന്തേ അതിൻ്റെ ഉള്ളിൽ കിട്ടിയേച്ചാൽ അത് പറയാന്നേ ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ വായയിൽ വന്നത് അങ്ങോട്ട് പറയുക. ഒരിക്കലും അത് ഭഗവാന്റെ മഹാത്മ്യത്തിൻ്റെ അടുത്ത് എവിടെയും എത്തില്ല. സംശയമൊന്നും വേണ്ട. അതാണ് ഇവിടെ പറയണത്. കരയെ ന സമവസ്യതി, സമവസ്യതി പ്രാപിക്കുക, ന സമവസ്യതി പ്രാപിക്കുന്നില്ല. നാന്തം വിധമ്യഹം അമീമുനയോ അഗ്രജാസ്തേ നാരദ, എൻ്റെ അഗ്രജന്മാർ ജ്യേഷ്ഠന്മാർ ഞാനും
ബ്രഹ്മാവും ഋഷിമാരും എന്നർത്ഥം. മായാബലസ്യ പുരുഷസ്യ കുതോ പരേ, പുരുഷസ്യ മായാബലസ്യ കുത പരേ, പുരുഷൻ്റെ മായാബലത്തെ എങ്ങനെ അറിയാനാണ്? ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവ, 1000 മുഖമുള്ള ആദിദേവൻ പാടി 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 എവിടെയും എത്തണില്ല. ശേഷൻ ശേഷോധുനാഭിസമവസ്യതി ന അസ്യപാരം, ന ഇല്ല, ഗതിയെ പ്രാപിക്കുന്നില്ല, അറ്റത്തെ പ്രാപിക്കുന്നില്ല, കര കണ്ടിട്ടില്ല. പാടിപ്പാടി മതിയാവുക എന്നത് ഇല്ല. ഒരു രസം പറയാം, ഇന്ന് വരേക്കും സപ്താഹത്തിൽ തൃപ്തികരമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റി എന്ന തോന്നലുണ്ടായിട്ടില്ല. സപ്താഹം നടത്തിയിട്ട് ഒരെണ്ണത്തിൽ പോലും മുഴുവനായിട്ട് പറയാൻ പറ്റി എന്നൊരു തോന്നലുണ്ടായിട്ട്, അതങ്ങനെ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. ആ ഒരു തോന്നലുണ്ടാവില്ല, മുഴുവനായി എന്ന തോന്നലുണ്ടാവില്ല, മുഴുവനാവില്ല എന്നർത്ഥം. അങ്ങനെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കര കാണാത്ത മാഹാത്മ്യം പിന്നെ എങ്ങനെ കര കാണുക? ആയിട്ടോ കട്ടിച്ചൊക്കെ എന്നൊരു തോന്നലൊന്നും എത്ര പറഞ്ഞാലും വരില്ല. അപ്പോഴേക്ക് സമയം കഴിയും. പകൽ മുഴുവൻ പറഞ്ഞാലും കഴിയില്ല, 7 ദിവസം എന്നർത്ഥം. അടുത്ത യേഷാം സയേബ ഭഗവാൻ ദയേതനന്ദ സർവാത്മനാശിത പദോ യതി നിർവ്യളീകം തേതുത്തരാമതിതരന്തി ച ദേവമായാം നേഷാം മമാഹമിതി ദീശ്വതൃകാലഭക്ഷ്യേ. അടുത്ത നിമിഷം വരെ അറ്റമില്ലാത്ത ഭഗവാന്റെ മാഹാത്മ്യം എന്നൊക്കെ ഇങ്ങനെ പറയണു. ഈ അറ്റമില്ലാത്തതിനെ പിന്നെ എന്തിനാ വെറുതെ തേടി പോണ്? അറ്റമില്ലാത്ത വീട്ടിലിരുന്നാൽ പോരെ. കടലിൻ്റെ കര ആരെങ്കിലും തേടി പോകലുണ്ടോ? ഇതിൻ്റെ കരയിൽ നിന്ന് കണ്ടിട്ട് തന്നെ വേറെ കാര്യം ഒരാളും പോകാറില്ല. ഓ, അപ്പം എന്നാൽ ഇതും അങ്ങനെ പോരെ, അങ്ങനെ പോരാ. അങ്ങനെ കര കാണാത്തതായിട്ടുള്ള ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ നമുക്കാവണ വിധം പറയാം, നമുക്കാവണ വിധം അത്രയല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഗുണം? അതുണ്ട്. എങ്ങനെയൊക്കെ പറയാമോ? 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചാക്യന്മാർക്ക് 1.5 മണിക്കൂർ 1.25 മണിക്കൂറാണ് കിട്ടിയ ഒരു മഹാനാവാൻ തന്നെയാണ് അധികം പറയണത്. രാമനാവാം, വേറൊന്നാവാം, ശിവനാവാം, ഭഗവാൻ ഒന്ന് തന്നെയാണല്ലോ. നാടകമാണ്, വേറൊന്നും അങ്ങനെയാവോ, ഓട്ടംതുള്ളലാണ്. അതിൽ ഈശ്വര മഹാത്മ്യം കുറേയൊക്കെ പറയുന്നുണ്ട്. ഏത് കൂട്ടർക്ക് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ സപ്താഹത്തിൽ 7 ദിവസം ഇങ്ങനെ അവർക്ക് ലഭ്യമായ സമയത്തിൻ്റെ ഉള്ളിൽ അവരാൽ കഴിയുന്നത് പറഞ്ഞാൽ എന്തുണ്ട്? യേഷാം സയേവ ഭഗവാൻ ദയേതനന്ദ, യേഷാം ആരുടെ നേരെ ദയ കാണിക്കുമോ, തേ അവർ കടക്കുവാൻ സാധിക്കാത്തതായ ഈശ്വരമായേ കടക്കുന്നു. അവിടെയാണ് ഈശ്വരൻ്റെ ഇല്ലാത്ത അവതാരങ്ങൾ. യഥാർത്ഥത്തിൽ ഭഗവാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, കർമ്മങ്ങൾ ചെയ്തിട്ടുമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ അനുസ്മരിച്ചാൽ അവർക്ക് മായയെ കടക്കാൻ പറ്റും. അതാണ് ഗുണം. അത് വലിയൊരു ഗുണമാണ്. അത് മഹർഷിമാരൊക്കെ ജ്ഞാനയോഗത്തിൽ കൂടിയിട്ടും ധ്യാനയോഗത്തിൽ കൂടിയിട്ടും ചെയ്യുന്ന കാര്യം ഗൃഹസ്ഥന്മാരായിരിക്കുന്ന സാധാരണക്കാരായ നമുക്കും സാധിക്കട്ടോ. പേടിക്കണ്ട. സാധിക്കാൻ പറ്റാത്ത കണ്ണെത്താ കയ്യെത്താ കരയിലെ കയ്യെത്താ ഒരു ഉയരത്തല്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഉപേക്ഷിക്കണ്ട. ദുസ്തരാം, കടക്കാൻ കഴിയാത്തതാണ് എന്ന് കരുതി ഉപേക്ഷിക്കേണ്ട. അതിനൊരു മാർഗ്ഗമാണ് ഈ അവതാരങ്ങളെ കീർത്തിക്കുക. അതാണ് ഇത്ര പ്രാധാന്യം ശ്രീമദ് ഭാഗവതത്തിന് വന്നത്. ഇങ്ങനെ പൂർണ്ണമായിട്ട് വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളെ കീർത്തിച്ചിട്ടുള്ളൊരു ഗ്രന്ഥം വേറില്ല. കലിമല സംഹിത കാലനോ അഖിലേശോ ഹരി ഇതരത്ര നഗീയതേ. ദാസസ്കന്ധം 12-ാം അധ്യായത്തിൽ അവസാനം പറയണു, കലിദോഷത്തെ ഇല്ലാതാക്കാൻ ഭഗവാന്റെ അവതാരങ്ങളെ ഇങ്ങനെ വർണ്ണിച്ചിട്ടുള്ള വേറൊരു ഗ്രന്ഥം ഇല്ല തന്നെ. ആരാ പറയണ? ശുഗമഹർഷിയാണ് പറയണ. എല്ലാം പഠിച്ച ആളാണ്, വെറുതെ പറയില്ല. മറ്റതൊക്കെ പഠിച്ച് കമ്പയർ ചെയ്ത ഒരു അഭിപ്രായമാണ് അത്. പഠിക്കാതെ നമ്മളെപ്പോലെ ചിലതൊക്കെ നോക്കിയത് അങ്ങനെ പറയണ ഗ്രന്ഥം അല്ല, ആളല്ല ശുഗമഹർഷി.
എല്ലാം അറിയാം. എല്ലാ ശാസ്ത്രത്തെക്കുറിച്ചും സർവശാസ്ത്ര വിശാരദ എന്നാണ് തുടക്കത്തിൽ ശുഗനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ, എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും സാമാന്യമായിട്ടുള്ള അറിവും ഭാഗവതത്തെക്കുറിച്ച് വിശേഷ അറിവും വേണം ഭാഗവതം കൈകാര്യം ചെയ്യാമെന്നാണ്. നമുക്കിപ്പോൾ അതൊക്കെ ഉണ്ടോ? എന്ത് ശാസ്ത്രവിജ്ഞാനം? ഒന്നുമില്ല. അപ്പോൾ ആ മോഹം കൊണ്ട് എന്തൊക്കെയോ പറയണു, അത് മതി എന്നാണ്. അങ്ങനെ പറയാം. അതിന് സാങ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം നമുക്ക് പറയാൻ പറ്റുമോ അത്ര പറഞ്ഞാൽ മതി. പറ്റാത്തത് പറയണമെന്ന് അത് നമുക്ക് പറ്റാത്തതാണെന്ന് കരുതി ഉപേക്ഷിക്കൊന്നും വേണ്ട. വയ്ക്കണ പോലെ പറഞ്ഞോളൂ, അത് മതി. ഭക്തി ഉണ്ടെങ്കിൽ അത് മതി. എങ്ങനെ വയ്ക്കുക അത്രയും പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭഗവാൻ ശരിയാക്കിക്കോളും. അതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം. സർവാത്മന നിർവ്യളീകം, കപടം അല്ലെങ്കിൽ കാപട്യം ഇല്ലാതെ, നിർവ്യളീകം ആശ്രയിക്കപ്പെട്ട പദത്തോടു കൂടി, അനന്തക സ ഭഗവാനേവ ആശ്രയിതനായിരിക്കുന്ന ആ ഭഗവാൻ തന്നെ ആരോട് ദയ കാണിക്കുമോ, ഏഷാം ദയേത്, ആരോട് ദയ കാണിക്കുന്നുവോ, ദയേത് ക്രിയയുണ്ട് അവിടെ, ദയ കാണിക്കുമോ, തേ അവർ, ദുസ്തരാം ദേവമായാം അതിതരന്തി, കടക്കാൻ കഴിയാത്തതായിരിക്കുന്ന മായയെ കടക്കുന്നു ക്രമത്തിൽ. പിന്നെ എന്തുണ്ടാവണു അതിക്രമിച്ചാൽ? മായയെ അതിക്രമിച്ചാൽ യേഷാം ശൃഗാലഭക്ഷ്യേ, ശരീരത്തിൽ ഞാൻ എന്നും എൻ്റേത് എന്നുമുള്ള അഭിമാനം കുറയുന്നു. ആദ്യം വേണ്ടത് ദേഹാഭിമാനം കുറയുക എന്നാണ്. ഒരു വലിയ ടേമാണ് കേട്ടോ ഈ ദേഹാഭിമാനം എന്ന് പറയുന്നത്. ഞാനാണ്, ശരീരമാണ് ഞാൻ. വെളുത്താളാണ്, കറുത്താളാണ്, തടിച്ചാളാണ്, മെലിഞ്ഞാളാണ് ഞാൻ എന്ന ആ ഒരു അറിവ്, തെറ്റായ അറിവ്. ഇതൊന്നുമല്ല, ഞാൻ ആത്മാവാണ്. കാരണം ഈ ശരീരം നശിച്ചാലും ഞാനുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വേറെയല്ലേ. എൻ്റെ പുസ്തകം വേറെ, ഞാൻ വേറെ. എൻ്റെ ഫോണ് വേറെ, ഞാനും ഫോണും ഒന്നാവുമോ? എൻ്റെയാണ് ഫോണ്. അപ്പോൾ ഫോണ് വേറെ, ഞാൻ വേറെ. എൻ്റെ ശരീരം വേറെ, ഞാൻ വേറെ. അപ്പം ഞാനിവിടെ, ഞാൻ വേറെയുണ്ട്. ആ ഒരു ബോധം, ഈ ശരീരമല്ല ഞാൻ എന്ന ബോധമാണ് എൻ്റെ എല്ലാ ശരീരമെന്നും ഞാനല്ല ശരീരം എന്നും ഉള്ള ബോധം. മമ അഹം ധീന, ഈ ശരീരം എൻ്റെ അല്ലെങ്കിൽ ഞാനാണ്. എൻ്റേതല്ല, എൻ്റെ ആവും. ഞാനാവില്ല ഒരിക്കലും. ഞാനല്ല ഈ ശരീരം എന്ന ബോധം അവർക്കുണ്ടാവും. ഞാനാണ് എന്ന ബോധം ഉണ്ടാവില്ല. അവർക്ക് ശരീരമാണ് ഞാൻ എന്ന ബോധം, അതാണ് ദേഹാഭിമാനം. അതുണ്ടാവില്ല. മായ കടന്ന് ആ അവതാരങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കുന്നവർക്ക് ഭഗവത് പാദത്തെ ആശ്രയിച്ചിട്ട് എവിടെ എത്താം? നിർവ്യളീകം, പാദാശ്രയത്തോടുകൂടി, കാപട്യമില്ലാതെയാണ് നിർവ്യളീകം. ആശ്രിതപദവും ഭഗവത് പാദത്തെ ആശ്രയിച്ച് ഇത് സ്മരിക്കുക. ഭഗവാന്റെ അവതാരങ്ങൾ സ്മരിക്കുന്നവർക്ക് ദേവമായാം അതിതരന്തി, ദേവമായയെ കടക്കാൻ പറ്റും. എങ്ങനത്തെ മായ? ദുസ്തരമായ, കടക്കാൻ പ്രയാസമുള്ള മായയെ. എന്നിട്ടോ ശൃഗാലഭക്ഷ്യേശ്വ, നായ, ശൃഗാളം, കുറുക്കൻ, നായ, കുറുക്കൻ മുതലായിട്ടുള്ളവർ ഭക്ഷിച്ചു പോകുന്ന ഈ ശരീരം അത്ര നിസ്സാരം. മരിച്ചാണ് പോയാൽ അവർക്ക് തിന്നാനേ ഇത് പറ്റൂ. ശൃഗാളഭക്ഷ്യേ, കുറുക്കൻ, ശ്വാവ് മുതലായവരാൽ തിന്നു പോകുന്ന ഈ ശരീരം, അവർക്ക് ഭക്ഷണമാകുന്ന ഈ ശരീരത്തിൽ മമാഹം ഇതി, ഞാനെന്നും എൻ്റേതും എന്നുമുള്ള അഭിമാനം ഇല്ലാതാവുന്നു. വലിയൊരു കാര്യമാണ്. അതാണ് ജ്ഞാനം. അതിനാണ് ഈ അവതാരങ്ങൾ കേൾക്കുന്നത്. ഞാനെന്നും അഭിമാനപൂർവ്വമുള്ള ഈ ശരീരം ഞാനല്ല. കുറുക്കനാലും ശ്വാവിനാലും നാളെ ഭക്ഷിച്ചു പോകുന്ന ഈ ശരീരമല്ല ഞാൻ. ഒരിക്കലും നശിക്കാത്ത ആത്മാവാകുന്നു എന്ന ബോധം ഉണ്ടാവും.
വേദാഹമംഗപരമസ്തയോഗമായാം യൂയം ഭവച്ച ഭഗവാനദൈത്യവര്യ പത്നീ മനോസജമനശ്ച തദാത്മജാശ്ച പ്രാചീനബർഗിർഭൂരംഗ ഉദ ധ്രുവശ്ച. ഹേ അംഗ എന്ന് വിളിക്കുകയാണ്. പരമസ്യ യോഗമായാം, ഭഗവാന്റെ യോഗമായ ഞാനും യൂയം നിങ്ങളും, ഭഗവാൻ ജ്ഞാനനിധിയായ ഭഗവാനും ശിവനും പ്രഹ്ലാദൻ അതാണ് ദൈത്യവര്യ പ്രഹ്ലാദനും മനുവിൻ്റെ പത്നി സ്വയംഭവനുവിൻ്റെ പത്നിയായ ശതരൂപാദേവി ശതരൂപാദേവിയും സ മനു ആ മനുവും തദാത്മജാഹ മനുവിൻ്റെ പുത്രന്മാരും പ്രാചീനബർഹി പ്രധാന രാജാവാണ് പണ്ടത്തെ ഋഭുവും ധ്രുവനും അറിയുന്നു. ആരറിയുന്നില്ല എന്ന് പറഞ്ഞു? ബ്രഹ്മാവ് നാരദനൊന്നും അറിയുന്നില്ല, അനന്തനും അറിയുന്നില്ല. എന്നാൽ ചില ആൾക്കാർ അറിയുന്നുണ്ട്, അങ്ങനെയും പറയണ്ടേ ചിലതൊക്കെ. അംഗാഹേ പൂജ്യ പരമസ്യ, ഈശ്വരൻ്റെ യോഗമായ ശക്തി ബ്രഹ്മാവ് അറിയുന്നു, നേരത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെ അറിയുന്നു പറഞ്ഞത്? അറിയുന്നില്ല എന്ന് തന്നെയാണ് അറിയണത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ അറിയണില്ല എന്ന് പറഞ്ഞു, ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. അറിയണില്ല എന്ന് അറിയുന്നു. അറിയാൻ കഴിയുന്നതല്ല എന്ന അറിവ് എങ്കിലും എനിക്കേ ഉള്ളൂ എന്നേ പറയാൻ പറ്റൂ. ഹേ നാരദ, സനകാദികളായവരും അറിയുന്നുണ്ട്. അവരൊക്കെ ഈശ്വരാവതാരം തന്നെയാണ്. സനകാദികൾ ഈശ്വരാവതാരം, ബ്രഹ്മാവ് ഈശ്വരൻ്റെ അംശമല്ലേ. ഈ ഈശ്വരൻ തന്നെ ഈശ്വരനെ അറിയാൻ പറ്റൂ. ജ്ഞാനസ്വരൂപനായ പരമേശ്വരൻ ഭഗവാന്റെ അംശമല്ലേ. പ്രഹ്ലാദൻ ഏറ്റവും വലിയ ഭക്തനാണ്, പരമോന്നതിയിലുള്ള ഭക്തനാണ്, സാധാരണ നിലയിലുള്ള ഭക്തനല്ല. സിനിമയൊക്കെ കാണുമ്പോൾ ഈ ബാൽക്കണിയിൽ ചില ആൾക്കാരിങ്ങനെ ഗംഭീര എമൗണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ 500 രൂപയ്ക്ക് സീറ്റിന് കൊടുത്തിട്ട് 10-20 സീറ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ആ ലെവൽ പോലെ എന്നർത്ഥം. അങ്ങനത്തെ ഭക്തനാണ് പ്രഹ്ലാദൻ. അവർക്കേ പറ്റൂ, ബാക്കി ഭക്തന്മാർക്കൊന്നും അറിയില്ല. പ്രഹ്ലാദൻ സ്വയംഭോമനു, മനുവിൻ്റെ പത്നി ശതരൂപ, രണ്ടുപേരും പുത്രന്മാരായിട്ട് പ്രിയവ്രതൻ ഉത്താനപാദൻ. ഇവരാണ് മനുപുത്രൻ, ആദ്യത്തെ മനുവിൻ്റെ പുത്രന്മാർ. പ്രാചീനപരിഹിത ഋഭു ഇവർക്ക് അറിയുന്നു. പിന്നെ ധ്രുവനും, അതും ഏറ്റവും വലിയ ഭക്തനാണ് ധ്രുവൻ. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യത്താൽ. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ഭഗവാന്റെ മഹത്വത്തെ അറിയാൻ കഴിയുള്ളൂ. ഇതാ ഇങ്ങനെ ചിലർക്കൊക്കെ വിരലിൽ എണ്ണാവുന്നവർക്ക് അറിയാം. എന്തറിയാം? അറിയാൻ കഴിയില്ല എന്നറിയാം, അത്രേ അവർക്കും അറിയൂ. വേദാഹമംഗ പരമസ്തയോഗമായ ഹേ അംഗ വിളിക്കുകയാണ്. ഭഗവാന്റെ യോഗമായി എനിക്കറിയാം. വേദാഹം ഞാൻ അറിയുന്നു, അറിയില്ല എന്ന് അറിഞ്ഞിരിക്കുന്നു. അറിയില്ല എന്നാണ് അറിഞ്ഞിരിക്കണം. യൂയം നാരദ നിങ്ങൾക്കും അറിയാം. ദൈത്യവര്യ പ്രഹ്ലാദനും അറിയാം. പത്നി മനുവിൻ്റെ പത്നിക്ക് അറിയാം. മനുഷ്യ മനുവിനറിയാം. തത് ആത്മജാച്ച മക്കളായ പ്രിയപ്രദനും ഉത്താനപാദനും പ്രാചീന ബർഹി ഋഭുരംഗ ഉദപ്രദശ്ച. പ്രാചീന ബർഹി ഋഭു ധ്രുവൻ അറിയാം. എന്തറിയാം? അറിയില്ല എന്നറിയാം. അതന്നെ അവർക്കേ അറിയൂ. മറ്റുള്ളവർക്കൊക്കെ അറിയുന്ന വിചാരം എന്നർത്ഥം. അറിയാത്തത്ര മഹാത്മ്യമുണ്ട് എന്നൊന്നും എല്ലാവരും അറിയുന്നില്ല. ഇച്ഛാഗുരൈള മുജുകുന്ദ വിദേഹഗാതിര കൊമ്പലീഷതകരാകെ നാകുഷാദ്യ മാന്താത്രളർക്ക ശതധന്യനുരന്തി ദേവാദേവ പ്രതോപരിരമൂർത്തരയോ ദിലീപ. വേറെ ചിലരുണ്ട് അറിയുന്നവർ. അവരുടെ പേര് പറഞ്ഞിരിക്കണം ഇക്ഷ്വാകു. ഇക്ഷ്വാകു വംശത്തിൻ്റെ ആദ്യത്തെ ആളാണ് ഇക്ഷ്വാകു. ആ വംശം. ഐളൻ, മുജുകുന്ദൻ, വിദേഹൻ, ഗാദി, രഘുരാമൻ, അംബരീഷൻ, സഗരാഗയ, നാകുഷാദ്യ, മാന്ത്ര അളർക്കൻ, മാന്ധാത്രളർക്ക, ശതധന്വാവ്, രന്തിദേവൻ, ദേവപ്രദൻ, ബലി, ദിലീപൻ മുതലായവരും അങ്ങനെ കുറച്ച് ആൾക്കാർ അറിയുന്നു. തേ വൈവിദ്യന്തി അതിതരന്തി ച ദേവമായ ത്രിശൂദ്രഗുണചപര അഭിപാപജീവ യത്യത്ഭുത ക്രമപരായണശീല ശിക്ഷാതിര്യഞ്ജന
അഭിഗുമസ്തുതധാരണായേ. സ്ത്രീകൾ, ശൂദ്രന്മാർ, ഗൂണന്മാർ, കിരാതന്മാർ, പാപജീവാഹ, ഇവർ അത്ര ഇങ്ങനെ ഉയർച്ചയുള്ളവരല്ല. അത്ഭുത പരാക്രമപരായണ ശീലശിക്ഷ, അത്ഭുത പരാക്രമനായിട്ടുള്ള ഭഗവാന്റെ ഭക്തിയുള്ളവർ അവർ തിര്യജ്ഞനാഭി, പക്ഷിമൃഗാദികൾ കൂടെ ആ ഭഗവാനെ അറിയും. വംശമഹിമ കൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച വലിയ കുലത്തിൽ ജനിച്ച നമ്പൂതിരി കുലത്തിൽ ജനിച്ചവനാണ്, ബ്രാഹ്മണനാണ്, അവർക്കൊന്നും ഭഗവാനെ അറിയാൻ പറ്റിക്കോളണം എന്നില്ല. പക്ഷെ ഒന്നുണ്ടെങ്കിൽ അറിയാം, ഭക്തി അതുണ്ടെങ്കിൽ താണവർക്കും അറിയാം. ഇവിടെ ഒരിക്കലും ഇവിടെ ഒരു തരംതിരിവില്ല ഭാഗവതത്തിൽ. അതാണ് ഒരു പ്രധാന വിഷയം. ആരും തരംതിരിവൊന്നുമില്ല. അറിവുകൊണ്ടോ കുലമഹിമ കൊണ്ടോ ഭഗവാനെ അറിയാൻ പറ്റില്ല. ഭക്തി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടേ പറ്റും. അതങ്ങർക്കും ആവാം. അവിടെ നിന്ന് യാതൊരുവിധ സമുദായ വേർതിരിവും ഇല്ല. ആര് വലിയവൻ, ആര് ചെറിയവൻ, ആര് ബ്രാഹ്മണൻ, ആര് ശൂദ്രൻ ഒന്നും പറ്റില്ല. ഇവിടെ അതൊന്നുമില്ല. ഭാഗവത ലോകത്തിൽ അതില്ല. സ്ത്രീ ശൂദ്ര ഗുണശബര അഭിപാപ ജീവ യത്ഭുതക്രമപരായണശീല ശിക്ഷാ തിര്യജ്ഞന അഭിഗുമക്ഷുതധാരണായേ. വേദങ്ങളെ അഭ്യസിച്ച യാതൊരുത്തരോ അവർ ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അറിയില്ല. ഭഗവത് കാരുണ്യം ഉണ്ടെങ്കിൽ ഉയർന്നവരോ താഴ്ന്നവരോ പഠിച്ചവരോ പഠിക്കാത്തവരോ എന്നുള്ള വ്യത്യാസം വേണ്ട, അവർക്കൊക്കെ അറിയാം. ഈശ്വര കാരുണ്യമാണ് പ്രധാനമായിട്ട് ഭഗവാനെ അറിയാൻ വേണ്ടത്. ശസ്യപ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സരസത പരമാത്മതത്വം ശബ്ദോനയത്ര പുരുകാരകവാങ്ക്രിയാർത്ഥവുമായ പരേത്യഭുമുഖേജ വിലജ്യമാന. എപ്പോഴും പ്രകർഷേണ ശമഗുണത്തോടു കൂടിയത്, ഭയമില്ലാത്തതും പ്രതിബോധമാത്രം ജ്ഞാനം മാത്രമായിരിക്കുന്നത്, ശുദ്ധം കളങ്കമില്ലാത്തത്. ഈശ്വര മഹാത്മ്യം പറഞ്ഞിരിക്കുകയാണ്. സമം ഭേദബുദ്ധി ഇല്ലാതെ ഒരേപോലെ ഉള്ളതും, സദസദ പരം കാര്യകാരണങ്ങളെ കടന്നിരിക്കുന്നത്, ആത്മതത്വം പരമാർത്ഥ ജീവസ്വരൂപം, ശശ്വത് പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സരസത പരമാത്മതത്വം ശബ്ദോനയത്ര പുരുകാരകവാങ്ക്രിയാതോ. ശബ്ദങ്ങളെ കൊണ്ട് മുഴുവനും അറിയാൻ കഴിയില്ല, പറഞ്ഞിട്ട് ബലിപ്പിക്കാൻ പൂർണ്ണമായിട്ട് സാധ്യമല്ല. ആ പറയലെ കൊണ്ട് സഹായിക്കാം. ഈ പറയണതൊക്കെ ആണെങ്കിൽ ചിലർക്കൊക്കെ സഹായമാവാം എന്നല്ലാണ്ട് എല്ലാവരെയും എത്തിക്കാമെന്ന ഉറപ്പൊന്നും വേണ്ട. എത്തിക്കാൻ പര്യാപ്തമല്ല വാക്കുകൾ. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. വാക്കുകളെ കൊണ്ട് ഈശ്വരനിലേക്ക് എത്തിക്കാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റില്ല. എത്തേണ്ടവർക്ക് എത്താം. ആർക്ക്? ഭഗവത് കാരുണ്യമുള്ളവർക്ക്. അത്രയേ ഉള്ളൂ. ഈശ്വരകാരുണ്യം ഇതിന് വളരെ ആവശ്യമാണ്. ബ്രഹ്മത്തെ കർത്താവ്, കർമ്മം, കാരണം എന്നിങ്ങനെയുള്ള കാരകങ്ങളോട് കൂടിയതും, കർത്താവ്, കർമ്മം, കാരണം ധാത്വർത്ഥങ്ങളെ മുഖ്യമായി സ്വീകരിച്ചിട്ടുള്ളതുമായ വേദവും ശരിയായിട്ട് അറിയുന്നില്ല. വേദങ്ങളെപ്പോലും അപര്യാപ്തമാണ് ഭഗവാന്. ശബ്ദവും അവിടെ വേദോദ്ദേശമാണ്. വേദോ നയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥ മായാപരേത്യഭുമുഖേ ച വിലജ്യമാന. തദ്ദേ പരം ഭഗവത പരമസ്യ പുംസോ ബ്രഹ്മേതി യദ്വിരജസ്രതുകം വിശോകം സത്യഗ്നിയം മേധയോ യമകർത്തഹേതിം യക്സ്വരാടവ നിബാനകനിത്രമിന്ദ ഇന്ദ്ര. അവതാരങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടിയിട്ടേ ഈശ്വരനെ അറിയാൻ കഴിയുള്ളൂ എന്ന് പറയണം. തദ്ദേ പരം ഭഗവത പുംസ, ഭഗവാന്റെ എന്നർത്ഥം. പുംസ ഭഗവാനായ പുരുഷൻ്റെ ബ്രഹ്മ ഇതി പദം, ബ്രഹ്മപദം എന്ന് പറയപ്പെടുന്ന സ്ഥാനം ആണല്ലോ ഈശ്വര സ്ഥാനം. അതിനെ ആരറിയുന്നില്ല? ബ്രഹ്മാവ്. ബ്രഹ്മ ഇതി പദം, ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന യാതൊരു സ്ഥാനമോ തദ്വൈ വിദു, അതിനെ അറിയുന്നു. മനസ്സിനെ സ്ഥിരപ്പെടുത്തിയിട്ട് എന്നർത്ഥം. അഭിമുഖേ, നേർമുഖത്തിൽ.
തദ്വൈ പരം ഭഗവത പരമന്തോ ബ്രഹ്മേതി യദ്വിദുർ അജസ്രസുഖം വിശോകം. അത്ര വേഗമൊന്നും അറിയാൻ കഴിയില്ല. ബ്രഹ്മത്തെ വിവരിക്കാൻ വേദത്തിനും കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറയണ കർമ്മയോഗികൾക്ക് വേണം, കർമ്മയോഗികൾക്ക് ഇതിൻ്റെ ആവശ്യവും വരുന്നില്ല. വിലജ്ജമാന മായ, ലജ്ജിക്കുന്ന മായ ദൂരെ തന്നെ നിൽക്കുന്നു. ഭഗവാനിൽ നിന്ന് വളരെ ദൂരെയാണ് മായ നിൽക്കുന്നത്. ഭഗവത പരസ്യ പുംസ, ഭഗവാന്റെ ബ്രഹ്മം എന്ന് പറയുന്ന ആ സ്ഥാനത്തെ ബ്രഹ്മ ഇതി പദം, ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന ആ സ്ഥാനമോ അതിനെ വളരെ കുറച്ച് പേർ മാത്രം അറിയുന്നു. യതികൾ, മുനികൾ മുതലായിട്ടുള്ളവർ അറിയുന്നു. വിലജ്ജമാനമായ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ മായയിൽ നിന്ന് വളരെ ദൂരെയുള്ളവരാണ്. അപ്പോൾ ഏതൊരു കൂട്ടർ മായയിൽ നിന്ന് ദൂരെ വിട്ടു നിൽക്കുന്നു അത്തരം മഹർഷിമാർക്ക് മാത്രം ഭഗവാനെക്കുറിച്ച് അറിയാം. അവർക്ക് പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ട് ആവശ്യവും ഇല്ല. ഇന്ദ്രൻ എങ്ങനെയാണ് കിണർ കുഴിക്കാൻ പുറപ്പെടാത്തത്? ഇന്ദ്രന് കിണർ കുഴിക്കാൻ ആവശ്യമില്ല. കാരണം വെള്ളത്തിൻ്റെ അധിപനാണ് ഇന്ദ്രൻ. മഴ പെയ്ക്കുന്നത് ഇന്ദ്രനാണല്ലോ. ലേശം വെള്ളം കിട്ടാൻ എന്താ വഴിയിൽ ഇന്ദ്രനെ നോക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ ഭഗവാനിൽ അവതാരങ്ങൾ കീർത്തിച്ച് ലയിച്ചവർക്ക് ശ്രേയസ് അന്വേഷിച്ച് വേറെ പോകണ്ട. ഉപമ പറഞ്ഞിരിക്കണം. യജ്ഞസ്വരാടവ നിപാന ഖനിത്രം ഇന്ദ്ര. ഇന്ദ്രന് കുറച്ച് വെള്ളം കിട്ടണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകേണ്ടാത്തതുപോലെ അവതാരങ്ങളെ കീർത്തിച്ചവർക്ക് എന്തു വേണ്ട? ശ്രേയസ്സിന് വേറെ മാർഗത്തെ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് ഇല്ല. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.